ഡിസൈനർ ഹോംസിൻ്റെയും ഡിസൈനർ ഡ്രസ്സിൻ്റെയും ഡിസൈനർ കാറുകളുടെയും ഡിസൈനർ വേൾഡിൻ്റെയും ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. നമുക്ക് ഏറ്റവും ബെസ്റ്റായി മനസ്സിൽ കരുതാവുന്ന ഒന്നൊരു പ്രൊഡക്റ്റാക്കി മാറ്റുകയാണ്. അങ്ങനെ പണം ചിലവാക്കി ഡിസൈൻ ചെയ്ത് നമ്മൾ ഒരു ലോകം സൃഷ്ടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഡിസൈനർ ഹോമായി, ഡിസൈനർ വസ്ത്രങ്ങളായി, ഡിസൈനർ വാഹനങ്ങളായി. എന്നാൽ പിന്നെ കുഞ്ഞുങ്ങളെ കൂടി അങ്ങനെ ആക്കിയെടുത്താലോ? നിങ്ങളിപ്പോൾ ഇതാ കാണുന്നത് ഏതെങ്കിലും സയൻസ് ഫിക്ഷനിലെ ദൃശ്യമല്ല, മറിച്ച് സമീപ ഭാവിയിൽ നമ്മെ തേടിയെത്താവുന്ന ഒരു ദൃശ്യത്തിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിക്കുക. അതായത് ഡിസൈനർ ബേബീസ് എന്ന ഒരു കോൺസെപ്റ്റ് ശാസ്ത്രലോകം ചർച്ചയ്ക്കെടുത്തിരിക്കുകയാണ്. 2019 ഒരു ചൈനീസ് ശാസ്ത്രജ്ഞനാണ് ആദ്യമായിട്ട് ഡിസൈനർ ബേബീസിനെ സൃഷ്ടിച്ചെടുത്തത്. അതായത് ജനറ്റിക് എൻജിനീയറിംഗ് ടെക്നിക്സ് ഉപയോഗിച്ച് എംബ്രിയോയെ രൂപമാറ്റം വരുത്തുകയാണ്. അതായത് രൂപമാറ്റം എന്ന് പറയുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മളിങ്ങനെ പറയുന്നുണ്ട്, ദൈവം മനുഷ്യരെ തൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ പ്രതിരൂപങ്ങളാണ് നമ്മൾ ഓരോരുത്തരും എന്ന് എല്ലാ മതങ്ങളും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം നമ്മെ സൃഷ്ടിച്ചു നയിക്കുന്നു, പരിപാലിക്കുന്നു, നമ്മൾ ഹാപ്പിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ദൈവമായിട്ട് ശാസ്ത്രം സ്വയം അവരോധിക്കുന്ന കാഴ്ചയാണ്. അപ്പോൾ ഡിസൈനർ ബേബി എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ മനസ്സിലുള്ള സകല ഇമേജുകളും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഏത് തരത്തിലൊരു കുഞ്ഞിനെ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുവോ ആ കുഞ്ഞിനെ നിങ്ങൾ ലാബോറട്ടറിയിൽ വികസിപ്പിച്ചെടുക്കുകയാണ്. അതായത് കുഞ്ഞിൻ്റെ സ്കിൻ ടോൺ, നിറം, ഐ കളർ, ഹെയർ കളർ, ഹൈറ്റ്, വെയ്റ്റ്, IQ, ഇതൊക്കെ നിങ്ങൾക്ക് നിശ്ചയിക്കാൻ പറ്റും. ജനറ്റിക് എഡിറ്റിങ്ങിലൂടെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ കുഞ്ഞിനെ മാറ്റിയെടുക്കാൻ പറ്റും. അങ്ങനെ നിങ്ങളൊരു കുഞ്ഞിനെ സൃഷ്ടിച്ചെടുക്കുകയാണ്, പുനർസൃഷ്ടിച്ചെടുക്കുകയാണ്. ആ കുഞ്ഞിനെ ഭയങ്കര കായികശേഷിയുള്ള വ്യക്തിയാക്കി നിങ്ങൾക്ക് മാറ്റാം. അതീവ സൗന്ദര്യം, നിങ്ങൾ വിഭാവനം ചെയ്യുന്ന രീതിയിലുള്ള അതീവ സൗന്ദര്യമുള്ള വ്യക്തിയാക്കി നിങ്ങൾക്ക് മാറ്റാം. നിങ്ങൾ വിഭാവനം ചെയ്യുന്ന തരത്തിൽ ബുദ്ധി രാക്ഷസ ഭാവമുള്ളയാളാക്കി ആ കുഞ്ഞിനെ വളർത്താം. അങ്ങനെ മൊത്തത്തിൽ നിങ്ങൾ ഡിസൈൻ ചെയ്തെടുക്കുകയാണ്. നിങ്ങൾ ഏതൊരു ലബോറട്ടറിയിൽ പുതിയൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ നിങ്ങളുടെ കുഞ്ഞിനെ പ്രൊഡ്യൂസ് ചെയ്തെടുക്കുകയാണ്, റീപ്രൊഡ്യൂസ് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾ ഒരു കച്ചവട സ്ഥാപനത്തിലെ പുതുചരക്കിനെ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ അത്രയ്ക്ക് ഈസിയാക്കി കാര്യങ്ങൾ മാറ്റിക്കണം. ഈ 2019 ചൈനീസ് ശാസ്ത്രജ്ഞൻ ഇങ്ങനെ ഒരു പ്രക്രിയയിലൂടെ കടന്നുപോയതിനെ ലോകം മുഴുവൻ എതിർത്തു. അദ്ദേഹത്തെ 3 വർഷക്കാലത്തോളം ജയിലടച്ചു. പക്ഷേ 2022 അദ്ദേഹം ബീജിങ്ങിൽ പുതിയൊരു ലാബോറട്ടറി തുടർന്ന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വീണ്ടും ത്വരിതപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ശാസ്ത്രലോകം പറയുന്നത് അതിൽ കുറേ ശരിയില്ലേ, നമുക്ക് ശാസ്ത്രത്തിൻ്റെ അനന്ത സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവികലമായ ഒരു സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ലേ? അവികലമായൊരു സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് എത്രത്തോളം സാധിക്കും? അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിൽ ധാർമ്മിക പ്രശ്നങ്ങൾ ധാരാളമുണ്ട്. ദോനു വീത്തെ ദിഞ്ഞിത്താസ് പേഴ്സോണെ എന്നിങ്ങനെയുള്ള വത്തിക്കൻ പ്രമാണരേഖകളിലൂടെ ജീവൻ്റെ അമൂല്യതയെക്കുറിച്ച് കത്തോലിക്ക സഭ സംസാരിക്കാറുണ്ട്. ഒന്ന്, ദൈവം ആയി അവതരിക്കാൻ ആർക്കും അവകാശമില്ല. അതായത് ഇത്രക്ക് സുന്ദരമായി, ഇത്ര സിസ്റ്റമാറ്റിക്കായി, ഇത്ര ശാസ്ത്രീയമായി, ഇത്ര കാലഘട്ടങ്ങളിലായി ഈ പ്രപഞ്ചം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യരൊക്കെ ബ്യൂട്ടിഫുള്ളായി ക്രമീകരിക്കപ്പെട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ നാച്ചുറൽ പ്രോസസ്സിനിടയിലേക്ക് കടന്നുകയറ്റം നടത്താൻ മനുഷ്യാവകാശമുണ്ടോ? മനുഷ്യർ കസ്റ്റോഡിയൻസാണ്. സത്യത്തിൽ
ഈ ലോകത്തിൻ്റെ ഉടമകളല്ല. ഇനി ജീവൻ്റെയും കസ്റ്റോഡിയൻസാണ്, ഉടമകളല്ല. ജീവൻ എന്നിലൂടെ വന്നു, എന്നിൽ നിന്നും വന്നു എന്ന് എപ്പോഴും പറയാൻ പറ്റില്ല. ദൈവത്തിൽ നിന്ന് വന്നു, എന്നിലൂടെ ജീവൻ പരന്നൊഴുകി മറ്റൊരു ജീവിതത്തിന് അത് കൈപിടിച്ചു നടത്തുന്ന അവസ്ഥ വന്നു. അതിനപ്പുറത്തേക്ക് എന്താണ് എനിക്ക് പറയാൻ സാധിക്കുക? അതുകൊണ്ട് നമ്മളൊക്കെ ദൈവം കളിക്കാൻ പാടില്ല. രണ്ടാമതായിട്ട് യൂജനിക്സിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അതായത് ഒരു ഇൻഫീരിയോറിറ്റി കൾച്ചറുള്ള കുറേ ആളുകൾ, നിങ്ങൾക്ക് നല്ല പണം ഉണ്ടെങ്കിൽ $1,00,000 ആണ് ഇങ്ങനെ ഒരു ജനറ്റിക് ട്രെയിൻഡ് കുഞ്ഞിനെ സൃഷ്ടിച്ചെടുക്കുന്നതിന് ചിലവ് വരുന്നത്. അതിനും കൂടാം കുറയാം. അപ്പോൾ നല്ല പണമുള്ള ഒരാൾക്ക് ഡിസൈനർ ബേബീസിനെ കൊണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇൻഫീരിയോറിറ്റി ഉള്ള ഒരു ഗണത്തെയും സുപ്പീരിയോറിറ്റി ഉള്ളൊരു ഗണത്തെയും ഉണ്ടാക്കുമ്പോൾ ഈ യൂജനിക്സിൻ്റെ വലിയ പ്രശ്നം വരികയാണ്. രണ്ട് ലോകക്രമം, പ്രപഞ്ചക്രമം മൊത്തത്തിൽ ഇല്ലാതാക്കുന്നൊരവസ്ഥ വരികയാണ്. അപ്പോൾ അവിടെ ഇനീക്വാലിറ്റിയുടെ ഏറ്റവും ഭീതിതമായൊരവസ്ഥ വരികയാണ്. സാമ്പത്തിക ഇനീക്വാലിറ്റിയേക്കാളും സാംസ്കാരിക ഇനീക്വാലിറ്റിയേക്കാളും വളരെ പേടിപ്പെടുത്തുന്നൊരു ഇനീക്വാലിറ്റി ഇനി വരാൻ പോകുന്ന ഇത്തരത്തിലായിരിക്കാം. നിങ്ങളൊരു പെർഫെക്റ്റ് ക്രീച്ചറായി, ക്രിയേഷനായി നിങ്ങളുടെ പണക്കൊഴുപ്പ് മൂലം മാറുകയാണ്. അപ്പോൾ അതിന് സാധിക്കാത്തവർ നിങ്ങളുടെ കാലക്കീഴിലാണ്. അത് വലിയ ധാർമ്മിക പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. പിന്നെ ഈ ജീൻസും ശരീരത്തിലെ കോടാനുകോടി കോശങ്ങളും എല്ലാം കൂടി ചേർന്ന പ്രവർത്തനവും പ്രതിപ്രവർത്തനവും ഒക്കെയാണ് മനുഷ്യജീവിതത്തെ മുന്നോട്ട് നയിക്കുക. അതിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാക്കാമെന്ന് ശാസ്ത്രം തന്നെ പറയുന്നുണ്ട്. നമ്മൾ നാച്ചുറൽ ഗതിയെ തടസ്സപ്പെടുത്തുമ്പോൾ, നാച്ചുറൽ ഒഴുക്കിനെ കെട്ടി നിർത്തി മറ്റെന്തെങ്കിലുമാക്കി മാറ്റുമ്പോൾ അതിൻ്റെ വിപരീത ദിശയിൽ നിന്നുള്ള പരിണതഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും. സത്യത്തിൽ ഈ പ്രപഞ്ചത്തെ നമ്മൾ വല്ലാതെ സെൽഫിഷായി ഉപയോഗിച്ചുകൊണ്ടാണല്ലോ ഇന്നത്തെ സകല കെടുതികളും വരിക. ഇനി മനുഷ്യജീവൻ്റെ മേൽ കൂടി നമ്മുടെ സെൽഫിഷ്നെസ്സിൻ്റെ പ്രവർത്തികൾ ആരംഭിച്ചു കഴിയുമ്പോൾ മനുഷ്യൻ തന്നെ ഇല്ലാതായി മാറും. അപ്പോൾ അത്രയ്ക്ക് ബുദ്ധിശൂന്യരായി നമ്മൾ മാറേണ്ട ആവശ്യമുണ്ടോ? അത്രയ്ക്ക് സെൽഫിഷായി, അത്രയ്ക്ക് ബുദ്ധിയുള്ളവരെന്ന് തെറ്റിദ്ധരിച്ച് നമ്മൾ മുന്നോട്ട് നീങ്ങേണ്ട ആവശ്യമുണ്ടോ? ഈ ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം കളിക്കണ്ട, കുറച്ചുകൂടി മനുഷ്യജീവനെ റെസ്പെക്റ്റ് ചെയ്യുക. ജീവിതത്തിൻ്റെ ക്രമത്തെ, നാച്ചുറൽ ക്രമത്തെ റെസ്പെക്റ്റ് ചെയ്യുക. അങ്ങനെ മുന്നോട്ട് പോകുന്ന ആ ഒരു യാത്രയല്ലേ കുറച്ചുകൂടി സുന്ദരമായിട്ടുള്ളത്. ശാസ്ത്രത്തിന് എല്ലാ കാര്യങ്ങൾക്കും ഉത്തരം നൽകാൻ പറ്റും. ശാസ്ത്രത്തിന് എല്ലാ പ്രോബ്ലവും സോൾവ് ചെയ്യാൻ പറ്റും. ശാസ്ത്രത്തിന് എല്ലാ സൊല്യൂഷനും നിങ്ങൾക്ക് തരാൻ പറ്റും. ഇറ്റ് ഹാസ് എ ലിമിറ്റ്. ആ ലിമിറ്റിനെ അംഗീകരിക്കൽ കൂടി വിവേകമല്ലേ. നല്ല യാത്ര നേരുന്നു.